നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു പക്ഷിയെ പോലെ പറന്നെത്തി ഇറാന്റെ റഡാറിനെ വെട്ടിച്ച് ഫോട്ടോ ചിതറിച്ച യുഎസിന്റെ B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറാണ് ലോകരാജ്യങ്ങളിൽ ചർച്ചയായി മാറുന്നത്. ഇതുപോലെ ഒരു കരുത്തനെ ഉണ്ടാക്കാൻ വമ്പന്മാരുടെ നീക്കവും. ബോംബർ വിമാനം പറന്നെത്തുന്ന ദൃശ്യങ്ങൾ സൈബർ ഇടത്തിലും വൈറലാണ്. കിടിലൻ മോഡൽ പോർ വിമാനം. ഏത് മാതൃകയിലാണ് ബോംബർ നിർമ്മിച്ചിരിക്കുന്നത് എന്ന ചോദ്യങ്ങളും ഉയരുന്നു. B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറിന്റെ ഡിസൈൻ ഒരു പക്ഷിയുടേതാണെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ ഏത് പക്ഷിയെന്ന് കണ്ടെത്താൻ എല്ലാവരും കൂട്ടത്തോടെ ഗൂഗിളിൽ സെർച്ചിങ്. ഒടുവിൽ സംഭവം കണ്ടെത്തി. മിസൈൽ പക്ഷി എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു വട്ടപ്പേരിൽ അറിയപ്പെടുന്ന ഒരു കേമൻ പക്ഷി ലോകത്തുണ്ട്. B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ ഡിസൈൻ ചെയ്യപ്പെട്ടത് ഒരു വ്യത്യസ്തനായ പക്ഷിയിൽ നിന്നാണെന്ന് ഉറപ്പിച്ചു പറയാം. വേഗത കൊണ്ടും ഇര തേടുന്ന രീതി കൊണ്ടും പെന്റഗണിന്റെ പോലും മനം കവർന്ന കില്ലാടി. അതിന്റെ പേരാണ് പെരഗ്രിൻ ഫാൽക്കൺ. പക്ഷികളിൽ ഏറ്റവും പറക്കൽ വേഗം കൈവരിച്ച പക്ഷികളാണ് പെരഗ്രിൻ ഫാൽക്കൺ. മണിക്കൂറിൽ ശരാശരി 320 എന്ന ഉയർന്ന വേഗം കൈവരിക്കാനുള്ള കഴിവ് ഈ പക്ഷികൾക്കുണ്ട്. വേട്ടയാടാനായി ഹണ്ടിംഗ് സ്റ്റൂപ്പ് എന്ന അഭ്യാസം നടത്തുമ്പോഴോ 389 എന്ന വേഗം ഇവർ കൈവരിക്കും. ഇരയുടെ പല മടങ്ങ് ഉയരത്തിലെത്തി ശരീരവും ചിറകുകളും പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് ചാട്ടുളി പോലെയാണ് ഇവ ഈ അടവ് പുറത്തിറക്കുന്നത്. ഭൂമിയിൽ നിൽക്കുന്ന ഇരയെയോ അല്ലെങ്കിൽ ആകാശത്ത് തന്നെയുള്ള ഇരയെയോ റാഞ്ചി എടുക്കാനായാണ് ഇവയുടെ ഈ മിന്നൽ പറക്കൽ. ഇതേ മാതൃകയിലാണ് B2 സ്റ്റെൽത്ത് ബോംബർ നിർമ്മിച്ചിരിക്കുന്നത്. 1988, 2000 കാലയളവിലാണ് ഈ വിമാനം നിർമ്മിക്കപ്പെട്ടത്. സിനിമകളിലും ആനിമേഷനുകളിലും വീഡിയോ ഗെയിമുകളിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതിനാൽ ആളുകൾക്ക് പരിചിതവുമാണ്. പലപ്പോഴും എയർക്രാഫ്റ്റുകളും പേടകങ്ങളും ഒക്കെ പക്ഷികളുടെ രൂപം അടിസ്ഥാനമാക്കി ഡിസൈൻ ചെയ്യാറുണ്ട്. B2 സ്പിരിറ്റ് ബോംബർ നിർമ്മിക്കുമ്പോൾ മറ്റൊരു മോഡലും നിർമ്മാതാക്കളുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അതിന് കാരണം പെരഗ്രിൻ പക്ഷി അത്ര നിസ്സാരക്കാരനല്ല എന്നത് തന്നെയാണ്. ഉയർന്ന വേഗം കൈവരിക്കാൻ ഈ പക്ഷികളെ സഹായിക്കുന്നത് പ്രത്യേകതയുള്ള അവരുടെ ശരീരഘടനയും ആകൃതിയുമാണ്. വായുവിന്റെ ഘർഷണം കഴിയുന്നത്ര കുറയ്ക്കുന്ന തരത്തിലാണ് ഇവയുടെ ശരീരാകൃതി. വളഞ്ഞ പ്രത്യേക ആകൃതിയിൽ പറക്കുന്നതിനാൽ ഇവയെ കണ്ടെത്താനും പാടാണ്. ഈ പക്ഷിയെ അടിസ്ഥാനമാക്കി ഫ്ലൈയിങ് വിങ് എന്ന തരത്തിലുള്ള ഡിസൈനാണ് B2 ബോംബറിനെന്ന് ചില വിദഗ്ധർ പറയുന്നു. വാലുകളില്ലാത്ത വിമാന രൂപകൽപ്പനയാണ് ഇത്. ഈ ഡിസൈൻ മുൻപും ചില വിമാനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ സാധാരണ കാണപ്പെടുന്നതാണ് പെരഗ്രിൻ ഫാൽക്കൺ. മിന്നൽ പറക്കൽ നടത്തി ഏറ്റവും കൂടുതൽ വേഗം കൈവരിച്ച റെക്കോർഡ് പെരഗ്രിൻ ഫാൽക്കണുകളിലെ ഫ്രൈറ്റ്ഫുൾ എന്ന പക്ഷിക്കുള്ളതാണ്. യുഎസിലെ വാഷിംഗ്ടണിൽ ഈ പക്ഷി ഒരിക്കൽ മണിക്കൂറിൽ 389.46 കിലോമീറ്റർ എന്ന അതിവേഗം കൈവരിച്ചിരുന്നു. എന്നാൽ വേട്ടപ്പറക്കലിലല്ലാതെ പെരഗ്രിൻ ഫാൽക്കനുകൾ സാധാരണ പറക്കലുകളിൽ ഈ വേഗം കൈവരിക്കാറില്ല. സാധാരണ പറക്കലുകളിൽ മണിക്കൂറിൽ 111.6 കിലോമീറ്റർ വേഗമൊക്കെയാണ് ഇവ കൈവരിക്കുന്ന ഉയർന്ന വേഗം. മികച്ച വേട്ടക്കാരനായ ഈ പക്ഷികൾ മണിക്കൂറിൽ 389 കിലോമീറ്റർ വരെ വേഗതയിൽ പറക്കുന്നത് വലിയ ഒരു ചരിത്രം തന്നെയാണ്. ചിറകടിച്ചു പറക്കുമ്പോഴല്ല, മറിച്ച് ഇര തേടുമ്പോഴാണ് ഇവയുടെ ഈ വേഗത മനസ്സിലാക്കാൻ കഴിയുക. ഏതാണ്ട് 1 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് കരയിലുള്ള വസ്തുക്കളെ തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയും. പ്രാവുകൾ, മറ്റു പക്ഷികൾ എന്നിവയെ ആകാശത്ത് നിന്ന് തന്നെ റാഞ്ചി പിടിച്ചാണ് ഇവ ഭക്ഷണം കണ്ടെത്തുന്നത്. ചിറകുകളാണ് പെരഗ്രിൻ പക്ഷികളുടെ വേഗതയ്ക്ക് കാരണം. അറ്റം കൂർത്ത പിന്നോട്ട് വളഞ്ഞ ചിറകുകളാണ് ഇവയ്ക്കുള്ളത്. മറ്റു പക്ഷികൾക്കുള്ളത് വീതി കൂടിയ ചിറകഗ്രങ്ങളാണ്. ഇത് വായുവിൽ സ്വതന്ത്രമായി പറക്കുന്നത് തടസ്സപ്പെടുത്തുന്നു. ചിറക് ചരിക്കും തോറും കൂടുതൽ വേഗത ആർജിക്കാൻ പെരഗ്രിനുകൾക്ക് കഴിയും. ഉയരത്തിൽ പറക്കുന്ന പെരഗ്രിനുകൾ താഴെ പക്ഷിക്കൂട്ടങ്ങളെ കാണുമ്പോൾ വേഗത കൂട്ടി പറക്കും. ചിറക് നേരെ പിന്നിലേക്ക് തിരിക്കുമ്പോൾ കുത്തനെ താഴേക്ക് പറക്കാനാകും. മിസൈൽ പക്ഷിയെന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇരയെ കൈപ്പിടിയിൽ കൊരുക്കാൻ കഴിയുമെന്ന് മനസ്സിലാകുന്ന നിമിഷം പെരഗ്രിൻ വേഗത കുറയ്ക്കും. എന്നിട്ട് ഒറ്റ റാഞ്ചലാണ്. ഇരപിടിയൻ പക്ഷിയായ ഫാൽക്കൺ ഫാൽക്കോ ജീനസിൽപ്പെട്ടതാണ്. ഈ ജീനസിൽ 40 വർഗങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. പ്രാപ്പിഡിയൻ പക്ഷികളായ ഹോക്കുകളുടെ സ്പീഷീസിൽ പെടുന്ന ഫാൽക്കണുകളെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും മറ്റ് ഭൗമ സാഹചര്യങ്ങളിലും കണ്ടുവരുന്നു. വിശാലമായ പുൽപ്രദേശങ്ങളിലും മരങ്ങളിലും വസിക്കുന്ന ഇവ ഇന്ത്യയിലേക്കും ദേശാടനം നടത്താറുണ്ട്. കേരളത്തിൽ വരെ ഇവ എത്തിയിട്ടുണ്ട്. 4755 സെന്റിമീറ്റർ നീളമുള്ള ഇവ സ്വയം കൂടുകെട്ടിയും മറ്റു പക്ഷികളുടെ കൂടുകൾ കയ്യേറിയും മുട്ടയിടാറുണ്ട്. സാമൂഹിക ജീവിതം ഇഷ്ടമില്ലെങ്കിലും
ആവാസ വ്യവസ്ഥയുടെ നാശം ഇവയെ ഒരുമിച്ച് കഴിയാൻ നിർബന്ധിതരാക്കുന്നു. ശരീരത്തിലെ നിറത്തിലും തരത്തിലും ഇവ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ചോക്ലേറ്റ്, ക്രീം എന്നീ നിറങ്ങളിലുള്ളവയെയും ഇവരുടെ ഇടയിൽ കണ്ടെത്താം. ബ്രൗൺ കണ്ണുകളുള്ള ഫാൽക്കണുകൾ അറബ് രാജ്യക്കാർക്ക് വളരെ പ്രിയപ്പെട്ടവയാണ്. ഇവയിൽ ആൺപക്ഷിയെ സാക്രട്ട് എന്നാണ് വിളിക്കുന്നത്. വിരിഞ്ഞ് പുറത്തു വന്ന കുഞ്ഞുങ്ങൾ കണ്ണു തുറക്കണമെങ്കിൽ ദിവസം കൂടി കഴിയണം. കണ്ണു തുറന്നാലും ഇവ മാതാപിതാക്കളുടെ സംരക്ഷണയിലായിരിക്കും. സ്വതന്ത്രരായി പറന്നു പോകണമെങ്കിൽ ഏതാണ്ട് 85 ദിവസമെങ്കിലും വേണ്ടിവരും. ഇരകൾ കൂടുതൽ ലഭിക്കുന്ന കാലത്ത് പ്രത്യുൽപാദനം നടത്തുന്ന സ്വഭാവക്കാരും കൂട്ടത്തിലുണ്ട്. കൂർത്ത ചിറക്, കൊളുത്ത് പോലുള്ള കൊക്ക്, ബ്രൗൺ നിറമുള്ള കണ്ണിന് ചുറ്റുമുള്ള വലയങ്ങൾ, ആണിനേക്കാൾ വലിപ്പമുള്ള പെൺപക്ഷി, ശരീരത്തിൽ മീശ പോലുള്ള വരകൾ എന്നിവയാണ് ഇവയുടെ ശാരീരിക ലക്ഷണങ്ങളൊക്കെ. 130 മുതൽ 1300 ഗ്രാം വരെ ഭാരം ഇവയ്ക്കുണ്ടാകും. ജീവിത കാലയളവ് 1025 വർഷം വരെയാണ്. വർഷത്തിൽ ഒരു തവണ എന്ന രീതിയിൽ പ്രത്യുൽപാദനം നടത്തുന്ന ഇവയ്ക്ക് പ്രായപൂർത്തിയാവാൻ 2-3 വർഷം അത്യാവശ്യമാണ്. 3 മുതൽ 5 വരെ ഇടുന്ന മുട്ടകളിൽ ഇവയിലെ പെൺപക്ഷി 36 ദിവസങ്ങളോളം അടയിരിക്കുന്നത് കാണാം. കോടികളാണ് ഇവയ്ക്ക് വില. അശാസ്ത്രീയ പരിപാലനവും കള്ളക്കടത്തും മൂലം ഫാൽക്കണുകൾ വംശനാശ ഭീഷണിയിലാണ്. ഫാൽക്കണുകൾക്കും ഹൊബാറകൾക്കും കൃത്രിമ പ്രജനന കേന്ദ്രങ്ങൾ തുറന്നാണ് അറബികൾ ഇതിന് പരിഹാരം കാണുന്നത്. പെരഗ്രിനെ പോലെ ആരുടെയും കണ്ണിൽപ്പെടാതെ ശത്രുവിനെ വളയാൻ കരുത്തുണ്ട് B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനത്തിനും. ഇറാനിലെ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് അമേരിക്ക ഉപയോഗിച്ച B-2 സ്പിരിറ്റ് എന്ന ബോംബർ വിമാനത്തിനെ തിരിച്ചറിയാനുള്ള ശേഷി നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കൊന്നുമില്ല. റഡാർ നിരീക്ഷണത്തെ കബളിപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ആകാരവും ഉൾപ്പെടെയുള്ള സ്റ്റെൽത്ത് സവിശേഷതകൾ. എന്നാൽ അത് മാത്രമല്ല ഈ വിമാനത്തിലുള്ളത്. ഏത് ഭൂഖണ്ഡങ്ങളിലും ചെന്ന് ആക്രമണം നടത്താനുള്ള ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് B-2 സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ ദൗത്യത്തിന് പോകുമ്പോൾ ഇതിലെ പൈലറ്റുമാർക്ക് മണിക്കൂറുകൾ വിമാനത്തിൽ ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഇതിൽ ഒരുക്കിയിട്ടുമുണ്ട്. മൈക്രോവേവ് ഓവനുകൾ, റെസ്റ്റ് റൂമുകൾ, റെഫ്രിജറേറ്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ വിമാനത്തിനുള്ളിൽ ഉണ്ട് എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ. 2 പേരടങ്ങുന്ന 7 B-2 സ്പിരിറ്റ് ബോംബർ വിമാനങ്ങളായിരുന്നു ഇറാനിലെ ആക്രമണത്തിനായി അമേരിക്ക തെരഞ്ഞെടുത്തത്. അതിന് കാരണം റഡാറുകളെ വെട്ടിക്കാനുള്ള ഈ വിമാനത്തിന്റെ കഴിവാണ്. ശരിക്കും ഒരു പെരിഗ്രിൻ ഫാൽക്കൺ കടന്നെത്തുന്നത് പോലെ തന്നെ ഒരു പക്ഷിയെ പോലെ ഇറാനിൽ കയറി അടിക്കുകയായിരുന്നു B-2 സ്പിരിറ്റ്. അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇറാനെ മുച്ചൂടും തകർത്തത് ഒരു പക്ഷിയാണെന്ന് പറയാം. 18 മണിക്കൂറിനൊടുവിലാണ് സംഘം ലക്ഷ്യസ്ഥാനത്ത് തിരിച്ചെത്തിയത്. ഇതിനിടെ 1-ലധികം തവണ ഇന്ധനം നിറയ്ക്കേണ്ടി വന്നിരുന്നു. ഇത്തരം ദൈർഘ്യമേറിയ യാത്രകളിൽ ഉടനീളം ജീവനക്കാർക്ക് ഭക്ഷണവും മറ്റും ഉറപ്പുവരുത്തുന്നതിനായി ഈ ഹൈടെക് ബോംബറുകളുടെ കോക്പിറ്റുകളിൽ മൈക്രോവേവ് ഓവനും ചെറിയ ഫ്രിഡ്ജും സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു പൈലറ്റ് വിമാനം നിയന്ത്രിക്കുമ്പോൾ മറ്റൊരാൾക്ക് വിശ്രമിക്കുന്നതിനും കിടക്കുന്നതിനും സ്ഥലവും വിമാനത്തിലുണ്ട്. കൂടാതെ ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത മറ്റ് വിമാനങ്ങളെ പോലെ B-2 സ്പിരിറ്റിൽ ഒരു ടോയ്ലറ്റും ഉൾപ്പെടുന്നു. $200 കോടിയിലധികം വില വരുന്നതാണ് ഓരോ B-2 സ്പിരിറ്റ് ബോംബർ വിമാനവും. US എയർഫോഴ്സിന് നിലവിൽ 19 B-2 ബോംബർ വിമാനങ്ങളാണ് ഉള്ളത്. 1997 B-2വിനെ US ആദ്യമായി ഉപയോഗിക്കുന്നത്. 2008 ഒരു അപകടത്തിൽ US-ന് ഒരു B-2 വിമാനം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. B-2വിന്റെ മോഡൽ അതൊരു പക്ഷിയുടേത് തന്നെയാണ് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. പെരഗ്രിൻ എന്ന പക്ഷിയാണ് B-2വിന്റെ ശക്തി. ഈ പക്ഷിയാണ് ഇറാന്റെ തലയെടുത്തത്, ഫോർഡോ ചിതറിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.